ഇന്നനി അനല്ലാഹു ലാ ഇലാഹ ഇല്ലാ അന. അതിനാൽ ഉഅ്ബുദ്നി, നീ എന്നെ ആരാധിക്കണം. വ അഖിമി സ്വലാത്ത ലിദിക്രി. വ അഖിം, എന്താണ് വ അഖിം എന്ന് പറഞ്ഞാൽ? അഖിം എന്ന് പറഞ്ഞാൽ പിന്നെ അഖാമ എന്നതിൻ്റെ കൽപ്പനക്രിയയാണ്. അഖാമ എന്നതിൻ്റെ കൽപ്പനക്രിയയാണ്. അഖാമ എന്ന് പറഞ്ഞാൽ നേരെയാക്കി എന്നാണ്. നേരെ സ്ഥാപിച്ചു, നേരെയാക്കി. അഖീം എന്ന് പറഞ്ഞാൽ നീ നേരെയാക്കണം. നേരെയാക്കേണ്ടത് പിന്നെ ഇപ്പോൾ വളഞ്ഞൊരു സംഗതിയാണെങ്കിൽ അതിനെന്ത് ചെയ്യണം? നേരെ സ്ഥാപിക്കണം എന്നുള്ളതാണ്. ഇഖാമത്തുദ്ദീൻ എന്ന് പറയും. അൻ അഖീമുദ്ദീൻ നബിമാരോട് പറഞ്ഞില്ലേ? മുസാഫിലൊക്കെ തിരിഞ്ഞ് അഖീമുദ്ദീൻ. അഖീമുദ്ദീൻ എന്ന് പറഞ്ഞാൽ എന്താ? ദീനിനെ നേരെയാക്കണം എന്നാണ്. അതായത് നബിമാർ നിയോഗിക്കപ്പെടും എപ്പോഴാണ്? നബിമാർ നിയോഗിക്കപ്പെടൽ ദീനിനെ ആളുകൾ വളക്കുമ്പോഴാണ്. ഷിർക്ക് ചെയ്ത് നേരെയുള്ള ദീനാണ്, പക്ഷെ ഷിർക്ക് ചെയ്ത് കുഫ്ർ ചെയ്ത് നിഫാഖായി ഹറാമ് ചെയ്തിട്ട് എന്ത് ചെയ്യാണ്? ദീനിനെ ആളുകൾ വളക്കും, വക്രമാക്കും. അപ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഖാമത്ത് ദീനിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണത്? നബിമാരെ നിയോഗിക്കുന്നത് ദീന് നേരെയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഷിർക്കിനെതിരിൽ, കുഫറിനെതിരിൽ, ഹറാമിനെതിരിലൊക്കെ ദഅവത്ത് നടത്തിയിട്ട് നബിമാർ എന്ത് ചെയ്യും? ദീനിനെ വീണ്ടും നേരാക്കും. അതാണ് ഇവിടെ അഖിമിസ് സലാ, സലാത്തിനെ നിങ്ങൾ യഥാവിധമാക്കണം എന്നാണ്, നേരെയാക്കണം എന്നാണ്. നിസ്കാരം യഥാവിധാകണമെങ്കിൽ ദീന് യഥാവിധാകണത് പോലെയല്ല. നിസ്കാരം യഥാവിധാക്കണമെങ്കിൽ എന്ത് വേണം? നിസ്കാരത്തിന് പറയപ്പെട്ട കാര്യങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിസ്കാരം നിസ്കരിക്കണം. അതിന് പറയപ്പെട്ട റുക്നുകളുണ്ട്. അതേപോലെ തന്നെ വാജിബുണ്ട്. അതിനൊക്കെ മുമ്പ് ഷർത്തുകളുണ്ട്, അല്ലേ? ഇതൊക്കെ പാലിച്ചുകൊണ്ട് അടിസ്ഥാനങ്ങളുണ്ട്, ഇഖ്ലാസ് ഉണ്ട്, അതേപോലെ ഖുശൂ ഉണ്ട്. ഇതൊക്കെ പാലിച്ചുകൊണ്ട് നിസ്കരിക്കുമ്പോഴാണ് എന്താകുക? നിസ്കാരമാകുക, യഥാർത്ഥ നിസ്കാരം. അഖിമിസ് സലാ, നിസ്കാരത്തെ യഥാവിധമാക്കുകയും വേണം. ലിദിക്രി നമുക്ക് പറയാം. ഇവിടെ ഒന്ന്, എന്തുകൊണ്ട് അള്ളാനെ ആരാധിക്കണം? അള്ളാനെ മാത്രം ആരാധിക്കണം. അവനെ ആരുള്ളൂ? യഥാർത്ഥ ഇലാഹുള്ളൂ. അവനെ യഥാർത്ഥ ഇലാഹുള്ളൂ. അതുകൊണ്ട് അവൻ മാത്രം ആരാധിക്കപ്പെടണം. ആരാധനയിൽപ്പെട്ടതാണ് എന്ത്? സലാ. ആരാധനയുടെ ഇനങ്ങളിൽപ്പെട്ടതാണ് എന്ത്? സലാത്ത്. അപ്പോൾ അള്ളാനെ ആരാധിക്കണം എന്നുണ്ടെങ്കിൽ സലാത്തും അള്ളാഹ്ക്ക് യഥാവിധം നിർവഹിക്കണം എന്നാണ്. പക്ഷേ സലാ പ്രത്യേകം എടുത്ത് പറഞ്ഞു ഇവിടെ, അഖീമി സലാ. അതെന്തുകൊണ്ടാണ്? എന്തിനാ ഇവിടെ ഇബാദത്ത് എനിക്ക് നിർവഹിക്കണം എന്ന് പറഞ്ഞിട്ട് അഖീമി സലാ എന്ന് പറഞ്ഞത്? ആ സലാത്തിൻ്റെ പ്രാധാന്യം, നിസ്കാരത്തിൻ്റെ പ്രാധാന്യമാണ്. പിന്നെ നിസ്കാരം അത് എങ്ങനെയെങ്കിലും നിസ്കരിച്ചാൽ പോരാ, എന്ത് വേണം? അത് യഥാവിധം നിസ്കരിക്കണം, യഥാവിധം നിസ്കരിക്കണം. അപ്പോൾ നിസ്കരിക്കുമ്പോൾ ഒരാൾ നിസ്കരിക്കണതിന് മുമ്പ് നിസ്കാരത്തെക്കുറിച്ച് പഠിക്കണം. നിസ്കാരത്തിന് എന്തൊക്കെ ഷർത്തുകളുണ്ട്, നിസ്കാരത്തിന് എന്തൊക്കെ റുക്നുകളുണ്ട്, നിസ്കാരത്തിന് എന്തൊക്കെ വാജിബുകളുണ്ട്, നിസ്കാരത്തിൽ അടിസ്ഥാനപരമായിട്ട് എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്, എങ്ങനെ നിസ്കരിക്കാനാണ് അള്ളാഹു പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയാണ് നിസ്കരിച്ച് കാണിച്ചത്, അല്ലേ? അഖീമിസ് സ്വല. അത് ഇപ്പം നമ്മളുടെ അളവിലാണ്. ഇവിടെ ആർക്കുള്ള വഹ്യ? അഖീമിസ് സ്വല മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമക്കുള്ള വഹ്യാണ്. അഖീമിസ് സ്വല, താങ്കൾ നമസ്കാരം യഥാവിധമാക്കണം എന്നുള്ള മാക്കുകയും വേണം എന്നുള്ള വഹ്യ. തയ്യും. പക്ഷെ ആ പ്രയോഗം, ആ അത്ഫ് അറിയിക്കുന്നത് എന്താണ്? അതിൻ്റെ ഒരു പ്രാധാന്യത്തെയാണ്.